അനേകം സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു മകളെ ക്രൂരമായ കൈകൾ നിസ്സഹായയാക്കി മാറ്റി. മോർഫ് ചെയ്ത ചിത്രങ്ങൾ, അതോടൊപ്പം വന്ന ഭീഷണി, ഇതിന്റെ പേരിലുണ്ടായ മാനസിക പീഡനം എല്ലാം ചേർന്ന് അവളുടെ ഹൃദയം തകർത്തു. ഒടുവിൽ ഒരു കുറ്റവാളിയുടെ ചിരി നിലനിർത്താൻ ഒരു 21 വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് വെറും ഒരു പെൺകുട്ടിയുടെ കഥയല്ല, നമ്മുടെ സമൂഹത്തിന്റെ കണ്ണാടിയാണ്. ചിന്തിക്കണം, നമ്മുടെ സഹോദരി, നമ്മുടെ മകൾ, നമ്മുടെ കൂട്ടുകാരി, ആരും ഇത്തരമൊരു ചതിയിൽ വീഴരുത്. ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതും സാധാരണ തമാശയല്ല, അത് ജീവൻ പോലും എടുത്തു കളയാവുന്ന കൊലായുധം തന്നെയാണ്. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ മനസ്സ് കേൾക്കുക. അധ്യാപകർ വിദ്യാർത്ഥികളുടെ വേദന മനസ്സിലാക്കുക. സുഹൃത്തുക്കൾ ഒറ്റപ്പെടുന്നവരെ കൈപിടിച്ച് നിന്നു കൊടുക്കുക. നിയമം കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിൽ തന്നെ മാതൃകാപരമായി ശിക്ഷിക്കണം. ആയിഷ റഷ ഇന്ന് നമ്മളോട് പറയുന്നത്, ദയവായി ഇനി ആരെയും എന്നെപ്പോലെ ഒറ്റപ്പെടാൻ അനുവദിക്കരുത് എന്ന് തന്നെയല്ലേ. ആരോടും ഈ കാര്യം പുറത്തു പറയാനാകാത്ത സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെയല്ലേ ഈ 21 വയസ്സുകാരി ഇത്തരമൊരു തീരുമാനമെടുത്തത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് 21കാരിയെ ആൺ സുഹൃത്തിന്റെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അത്തോളി തോരായി സ്വദേശിനിയായ ആയിഷ റഷയാണ് ഇത്തരമൊരു ദുരവസ്ഥയിലേക്ക് മാറിപ്പോയത്. മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷ റഷ 3 ദിവസം മുമ്പാണ് ആൺ സുഹൃത്ത് ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. ആയിഷ റഷ കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കോഴിക്കോട്ടെ ജിമ്മിൽ ട്രെയിനറായിരുന്ന ബഷീറുദ്ദീൻ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും ആയിഷയെ ഇയാൾ മർദ്ദിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞതായും ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. ഇതേ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷ റഷ ആൺ സുഹൃത്ത് ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയത് ആരും അറിഞ്ഞില്ല, സ്വന്തം വീട്ടുകാർ പോലും. ഇയാൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ആയിഷയെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നോക്കൂ, വഴിവിട്ട ബന്ധങ്ങൾ എത്തരത്തിലാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് എന്ന്. ഒരു വേളയിൽ തന്നെ ഇഷ്ടപ്പെടുന്നവൻ എന്ന് കരുതി ചിലർ നൽകുന്നത് പിന്നീട് ഗുരുതരമായി മാറുന്നത് ഇങ്ങനെയാണ്. തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി വിട്ടുപോകാൻ പോലും പറ്റാത്ത തരത്തിൽ നിങ്ങളെ പിടിച്ചു വെക്കുവാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കി നൽകരുതൊരിക്കലും. ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല, പക്ഷെ എന്തെങ്കിലും പ്രേരണ കൊണ്ട് തീർച്ചയായും അങ്ങനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സാധ്യത അതും ഞാൻ കാണുന്നുണ്ട്. ഇവളെ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവളതിൽ വഴിപ്പെട്ട് പോകുന്നതാണ്, ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട്. പിന്നെ അതല്ലാതെ ക്ലാസ് കട്ട് ചെയ്താൽ വീട്ടുകാരറിയില്ലേ, അവൾ പഠിക്കുന്ന കോളേജും അറിയും. ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. കാരണം അവളങ്ങനെ പിന്നെ ഫോട്ടോകൾ കാണിച്ചാൽ ഇവള് എൻ്റെ വഴിക്ക് വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമല്ല എതിർക്കാനുള്ളൊരു കഴിവില്ല ഈ കുട്ടിക്ക്. മരിക്കുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ റെഡിയിലുണ്ട്. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് എന്താ പറയുക മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇന്നലെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് അവൾ ഒരിക്കലും ചെയ്യില്ല, എന്താ പറയുക ഇതിൻ്റെ ബാക്കിൽ എന്താ പറയുക ഈ ബഷീറുദ്ദീൻ തന്നെയാണ്, എന്താ പറയുക അവൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണെന്നൊക്കെ പറഞ്ഞത്. ഉപദ്രവിക്കും അങ്ങനെ എന്തെങ്കിലും സുഹൃത്ത് പറഞ്ഞിട്ട് എന്താ പറയുക ആള് പറഞ്ഞത് എന്താ പറയുക ചിരവൊക്കെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മൊത്തം അടിയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെന്തോ കാരണമാണ് പറഞ്ഞത്. കോഴിക്കോട്ടെ ഒരു ജിമ്മിൽ ട്രെയിനറായാണ് ബഷീറുദ്ദീൻ ജോലി ചെയ്തിരുന്നത്. ഇയാൾ നിലവിൽ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു.